हाय हाय बोलिए आपका नाम क्या है? मेरा नाम है मनोज। मनोज എല്ലാരും ഭയങ്കര അതിശയത്തോട് നോക്കണം. अभी नेपाल जा रहे हैं. नेपाल इधर भुवनेश्वर 20 किलोमीटर. ओके ओके ओके. सोया गाड़ी है ना. स्टडे एक गाड़ी मिला, लॉरी मिला, उधर से ही सोया. आप लोग आएगा यूट्यूब में मेरा. ഹായ് बोलिए. നമ്മളിപ്പോ ഒഡീഷയിലാണ്. ഒഡീഷയില് ഇവിടുന്ന് ഭുവനേശ്വർ 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് കിട്ടിയ പുള്ളിക്കാരന്മാരാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു പമ്പിലാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം വേണം നമ്മുടെ യാത്ര ബാക്കി തുടരാനായിട്ട്. രാവിലെ ഇതാക്കൊന്നും വഴങ്ങുന്നില്ല കേട്ടോ തുടരാനായിട്ട്. ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആവണം, ബാക്കി നടക്കണം, പോകണം. എന്റെ പൊന്നു മക്കളെ, ഇപ്പൊ നമ്മള് ഭുവനേശ്വറിലാണ്, ഒഡീഷയില്. സമയം കറക്റ്റ് 12 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഫുള്ള് ഫ്രഷപ്പ് ഒക്കെ ആയി. അടുത്ത നമ്മുടെ മാപ്പ് വെസ്റ്റ് ബംഗാളാണ് കേട്ടോ, കൊൽക്കട്ട. അടുത്ത് നമ്മൾ കൊൽക്കട്ടയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഭുവനേശ്വർ വഴി ഹൈവേയുടെ സൈഡ് വഴി ഇങ്ങനെ നടക്കുകയാണ്. മുട്ടായി ഉണ്ട്. മുട്ടായി ചയ്യാടാണോടാ? അപ്പോ നമ്മള് ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇവിടെ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാം കേട്ടോ. കുറെ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. രാവിലെ വന്നപ്പോഴും യുവന്മാരൊക്കെ തന്നെയായിരുന്നു ഇവിടെ. ഒരു കാര്യം പറയാം കേട്ടോ, ഇവിടെ മിനിമം ഹിന്ദിയെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഹിന്ദിയാണ്. ഹിന്ദി അല്ല ഗൈസ്, ഇവര് സത്യം പറഞ്ഞാൽ ഒറീസയാണ്. ഇപ്പോൾ ഒറീസ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. അതിൽ അപൂർവം ചിലവർക്ക് ഹിന്ദി അറിയാം. മെയിനായിട്ട് ഈ ലോറി ഡ്രൈവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഹിന്ദി അറിയാം. അപ്പോൾ മെയിനായിട്ട് ഹിന്ദി അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ സത്യമായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പെടും ഗൈസ്, പെട്ടും സീരിയസ് ആയില്ല. മിനിമം നിങ്ങൾക്ക് കുറച്ച് ഹിന്ദിയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. മുട്ടായിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മുട്ടായി ഇവിടെ കുറെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ചെവ അടിക്കുന്നുണ്ട്. അതെ, അപ്പോൾ കുറച്ചെങ്കിലും ഹിന്ദി അറിയാമെന്നുള്ളവർക്ക് പിന്നെയും സർവൈവ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈവേ കയറാനായിട്ട് പോവാണ്. ഇപ്പോൾ സമയം 12 മണി. ഈ വണ്ടി എന്തെങ്കിലും കിട്ടുമോ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഹൈവേയിലെ കാഴ്ചകളാണ്. ഉണ്ടോ എല്ലാം ഉണ്ട്. ഇവരൊക്കെ ഇതിനെ ദൈവമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മുടെ കേരളത്തിലേക്ക് പോലെ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ബീഫ് കിട്ടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം പണി പാലും വെള്ളത്തിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് പരീക്ഷയിലൊക്കെ വരുന്നവര് ഇതൊന്നും വന്ന് ചോദിക്കാതിരിക്കുക. അറിയാത്തവരോടായിട്ടാണ് പറയുന്നത് കേട്ടോ. ഇവിടെ അങ്ങനെയൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം അവർ തലക്കടിച്ച് കൊല്ലും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അറിഞ്ഞൂടാത്തവരൊന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. നമ്മൾ അറിയാണ്ട് വന്ന് പോലും വായിന്ന് അങ്ങനെ ഒന്ന് വീണ് പോകല്ലോ. ഒരു ഹോട്ടലിലും ചെന്നിട്ട് എടുക്കാൻ, ഒരു ഹോട്ടലിലായാലും എന്തായാലും ചെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞു കളയില്ല ദയവ് ചെയ്ത്. തളർന്ന് വരുമ്പോൾ കഴിക്കാൻ പറ്റിയ ഫ്രഷ് സാധനമാണ്. കിത്തനായേ? 20 दो चाहिए. Thank you so much.
ഗൈസ് പുള്ളിക്കാരൻ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നമ്മളെ അവിടെ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ അടുപ്പിച്ച് നമ്മളെ രണ്ടുപേരെയും കൊണ്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ പേര് ദേവ് എന്നാണ്. താങ്ക് യു സോ മച്ച്. ഷൂ പൊട്ടി ഗൈസ്, ഷൂ പൊട്ടി. ഇല്ല മക്കളെ, നമുക്ക് വേണ്ടി നിർത്തി തന്നൊരു വണ്ടിയാണ് കേട്ടോ ഇത്. കേരള, തിരുവനന്തപുരം. ഗൈസ്, നമ്മളിപ്പോ കൽക്കട്ട പോകുന്ന റൂട്ടിലാണ്. ഇവിടെ ഇപ്പോൾ ബാലാസൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ഇപ്പോൾ സമയം 7:55 ആയിട്ടുണ്ട്. ഇനി എന്തായാലും ഇന്നിനി അങ്ങോട്ട് യാത്രയില്ല. ഇന്നിവിടെ സ്റ്റേ അടിക്കാനാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ അവർ പെർമിഷൻ തരുമോ ഇല്ലയെന്ന് നോക്കട്ടെ, ടെൻ്റ് അടിക്കാനായിട്ട്. സംസാരിച്ച് നോക്കട്ടെ കേട്ടോ. അവിടെ മാനേജർ ഇല്ല ഗൈസ്. സോ നമുക്ക് പുള്ളിക്കാരൻ പുറത്തൊരു സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ എത്രത്തോളം സേഫ് ആയിരിക്കും എന്ന് അറിയത്തില്ല. മാനേജർ വന്നതിന് ശേഷം ഇവിടെ ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ അപ്പുറത്തൊരു പമ്പ് കൂടെ കാണുന്നുണ്ട്. നമുക്ക് അവിടെ കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഒരു യാത്ര പോകുമ്പോഴത്തേനും ഓൾമോസ്റ്റും സേഫായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. മെയിനായിട്ട് ഈ പമ്പുകൾ തന്നെയാണ് കേട്ടോ. പെട്രോൾ പമ്പിലൊക്കെ സ്റ്റേ അടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്തായാലും അപ്പുറത്തൊരു പമ്പ് കൂടെ ഉണ്ട് കേട്ടോ, ഒന്ന് നോക്കി നോക്കാം. നല്ല തണുപ്പുണ്ട്. പനിയും ചുമയും ജ്വരമൊക്കെ പിടിച്ചു. മുട്ടാക്കി പനിയൊക്കെ പിടിച്ചു കേട്ടോ. അല്ല, എന്തായാലും മെഡിസിനൊക്കെ അടിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളല്ല മുട്ടായി. ഇവിടുത്തെ ബാർബർ ഷോപ്പൊക്കെ കണ്ടോ ഗൈസ്? ഇത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒരു ജിയോ പമ്പിലാണ്. ഇവിടെ പെർമിഷൻ കിട്ടുമെന്നൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് കേട്ടോ. മൊത്തം മഞ്ഞാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട്. പമ്പിൽ ചോദിച്ചപ്പോൾ സൂപ്പർവൈസറിനോട് പെർമിഷൻ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം കേട്ടോ. ഇവിടെ ആരെയും കാണാനില്ല. ഇവിടെ ആരുമില്ലല്ലോ. സൂപ്പർവൈസർ അവിടെയാണ്. ആ പുള്ളിക്കാരനെ നമ്മൾ സൂപ്പർവൈസറിനെ കാണിക്കാൻ കൊണ്ടുവന്നു കേട്ടോ. ओके गाइस सुपरवाइजर हाय नमस्ते सुपरवाइजर है। हाँ हम लोग केरला से आ रहा है, यूट्यूबर है, केरला से नेपाल जा रहा है, पैदल से लिफ्ट मांग के ऐसा ही जा रहा है। तो इतना दूर आया, हम लोग ऐसा पंप में ही सो के जाता है। आज हम लोग के पास टेंट है, इसलिए हम लोग को आज सोने के लिए आप लोग को परमिशन देगा तो इधर में कुछ टेंट बना के सोने के लिए परमिशन मांगने के लिए आए। उधर में जाना कब है? कल सुबह कल सुबह हाँ ठीक है, थैंक यू।
नहीं कोई दिक्कत नहीं। ठीक है ठीक है। हम लोग को दूसरा कुछ नहीं है, सेफ प्लेस चाहिए, इसलिए हाँ इसलिए ऐसा पंप में ही सो के अलाउ नहीं करते हैं, वो पेट्रोल पंप है ना, वो बहुत रिस्की पॉइंट है ये वाला, ठीक है। इसलिए थोड़ा रिस्क है। हाँ। अब ठीक है, आप जेन्युइन रहोगे तो कोई दिक्कत नहीं। താങ്ക് യു സോ മച്ച്. പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ ഇവിടെ ടെൻ്റ് അടിക്കാനായിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുഴപ്പമില്ല, നല്ലൊരു പ്ലേസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ ജിയോ ഫ്യൂവൽസ്. അങ്ങനെ നമുക്ക് ഇന്നും സേഫായിട്ട് നല്ലൊരു പ്ലേസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.